യുഎസിൽ അനധികൃതമായി താമസിക്കുന്ന കുടിയേറ്റക്കാരെ കണ്ടെത്താൻ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിക്കെയ്ഡിലെ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ഫെഡറൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറാനാണ് നീക്കം. ഇത് സംബന്ധിച്ച് സെന്റേഴ്സ് ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് സർവീസസും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും കരാറിൽ ഒപ്പിട്ടു. ഇതോടെ 79 ദശലക്ഷം മെഡിക്കെയ്ഡ് ഗുണഭോക്താക്കളുടെ മേൽവിലാസം, സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുകൾ, വംശീയ വിവരങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ അടങ്ങിയ വലിയ ഡാറ്റാ ശേഖരം ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കും. യുഎസിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന് പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നത് സൂക്ഷ്മ പരിശോധനയ്ക്കടക്കം ഗുണം ചെയ്യും. കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ ഉദ്യോഗസ്ഥർക്ക് ഡാറ്റാബേസ് പരിശോധിക്കാനാണ് അനുമതി. എന്നാൽ ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ അനുവാദമില്ല. കരാർ പ്രകാരം ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ മെഡിക്കെയ്ഡ് ഡാറ്റ ഉപയോഗിച്ച് രാജ്യത്ത് നിയമവിരുദ്ധമായി തങ്ങുന്നവരെന്ന് കരുതുന്ന ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കും. എന്നാൽ അനധികൃത കുടിയേറ്റക്കാർ മെഡിക്കെയ്ഡ് ആനുകൂല്യങ്ങൾ നേടുന്നത് തടയുന്നതിനുള്ള ഒരു സംരംഭമായാണ് ഇതിനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വിശേഷിപ്പിക്കുന്നത്. താഴ്ന്ന വരുമാനമുള്ള വ്യക്തികളുടെ ചികിത്സാ ചെലവുകൾക്ക് സഹായം നൽകുന്ന ഒരു സംയുക്ത ഫെഡറൽ സംസ്ഥാന പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിക്കെയ്ഡ്. ഇതിൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്ക് മെഡിക്കെയ്ഡിൽ എൻറോൾ ചെയ്യാൻ അനുവാദമില്ല. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ പൗരത്വം ഇല്ലാത്തവർക്കടക്കം അത്യാവശ്യമായ ജീവൻ രക്ഷിക്കാനുള്ള സേവനങ്ങൾ നൽകുന്ന എമർജൻസി മെഡിക്കെയ്ഡ് നൽകാൻ ഫെഡറൽ നിയമം അനുശാസിക്കുന്നുണ്ട്. 2017 2023 പൗരത്വം ഇല്ലാത്തവർക്കായി $27 ബില്യൺ എമർജൻസി മെഡിക്കെയ്ഡിനായി ചെലവഴിച്ചതായി 2024 കോൺഗ്രഷണൽ ബജറ്റ് ഓഫീസ് റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മെഡിക്കെയ്ഡിനായുള്ള മൊത്തം ചെലവിൻ്റെ 1% താഴെയാണ്. രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ മെഡിക്കെയ്ഡ് ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് ട്രംപിൻ്റെ ആരോപണം. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം യുഎസിലേക്ക് ദശലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ എത്തിച്ചുവെന്നും നിയമം അനുസരിക്കുന്ന അമേരിക്കക്കാർക്ക് ലഭിക്കേണ്ട മെഡിക്കെയ്ഡ് ആനുകൂല്യങ്ങൾ അനധികൃത കുടിയേറ്റക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് കരാറിൽ ഒപ്പിട്ടതെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വക്താവ് അറിയിച്ചു. മെഡിക്കെയ്ഡ് ആനുകൂല്യങ്ങൾ നിയമപരമായി അർഹരായവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കുമെന്നാണ് DHS പറയുന്നത്. എന്നാൽ മെഡിക്കെയ്ഡ് എൻറോൾമെന്റ് വിവരങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ സ്വകാര്യതാ നിയമങ്ങളുടെ ലംഘനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്. മെഡിക്കെയ്ഡ് വിവരങ്ങൾ കൈമാറാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പദ്ധതി വിശ്വാസത്തിന്റെ ലംഘനമാണെന്ന് ബൈഡൻ ഭരണകൂടത്തിലെ സെന്റേഴ്സ് ഫോർ മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ് സർവീസസ് ഉപദേഷ്ടാവ് ഹന്ന കാച്ച് അഭിപ്രായപ്പെട്ടു. മെഡിക്കെയ്ഡ് എൻറോൾമെന്റ് വിവരങ്ങൾ ഏജൻസിക്ക് പുറത്ത് പങ്കിടുന്നത് നിർണായക പരിചരണത്തിനായി എമർജൻസി മെഡിക്കെയ്ഡിനെ ആശ്രയിക്കുന്ന ആളുകളെ പ്രതികൂലമായി ബാധിക്കും. ആളുകൾക്ക് ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടാകുമ്പോൾ പരിചരണം തേടാൻ ഭയമുണ്ടാക്കുന്നത് വളരെ ക്രൂരമായ നടപടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വകാര്യ വിവരങ്ങൾ പങ്കുവെക്കുന്നത് സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ഇല്ലാതാക്കുമെന്നും അഭിപ്രായങ്ങളുണ്ട്. കരാറിനെതിരെ കാലിഫോർണിയ അറ്റോർണി ജനറൽ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകളുണ്ട്. ആവശ്യമായ ചികിത്സ തേടാൻ ആളുകൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വേദനാജനകമാണെന്നും ആരോഗ്യ വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു കൂട്ട നാടുകടത്തൽ നടത്താനുള്ള പ്രസിഡന്റിന്റെ ശ്രമം അനുവദിക്കാനാവില്ലെന്നും അറ്റോർണി ജനറൽ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. നേരത്തെ ന്യൂയോർക്ക്, കണക്റ്റിക്കറ്റ്, ന്യൂജേഴ്സി, ഒറിഗോൺ തുടങ്ങിയ 19 സംസ്ഥാനങ്ങൾ ട്രംപ് ഭരണകൂടത്തിന്റെ ഈ തീരുമാനത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.